ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്തുണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സ് ഒന്നിച്ച്, കാരണം അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഷോപ്പിങ്ങിനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് ലാസ്റ്റത്തെ 2 ഡേയ്സ് 6 and 7 ഡേയ്സ് ഒന്നിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ലാസ്റ്റ് സീരീസാണ്. ആദ്യം തന്നെ നമ്മൾ പോകുന്ന യെരവാൻ സെൻട്രലിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാമെന്നും കൊണ്ടാണ്. ഇതിപ്പം അങ്ങ് നമ്മൾ ഇറങ്ങുമ്പം തന്നെ അവിടെ നല്ലൊരു ഗാർഡനിങ് സെറ്റപ്പ് ഒക്കെ ഇട്ടുണ്ട്. ഇത് പിന്നെ ഫസ്റ്റ് ഡേ നമ്മൾ പോയില്ലായിരുന്നോ, ആ ഒരു സ്ക്വയർ, അതിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. മ്യൂസിയത്തിൽ അന്ന് നമ്മൾ കയറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി എല്ലാം കണ്ടിട്ട് വരാം എന്നുകൊണ്ട് ഇന്നത്തെ ദിവസം മ്യൂസിയത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ പണ്ടത്തെ കാലത്ത് കണ്ടുപിടിച്ച കുറേ കാശൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ കാലഘട്ടത്തിലും എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ്, അവർ കണ്ടുപിടിച്ച കുറേ എന്താ പറയണ്ടേ, പണ്ടത്തെ കാലത്തെ ആൻറ്റിക് ഐറ്റംസും കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് അവരവിടെ ബോർഡിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് വേണമെന്നാണെങ്കിൽ അവിടുന്ന് ഗൈഡിനെയും കിട്ടും. പിന്നെ നമ്മൾ ഗൈഡിനെ എടുത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ചെല്ലുമ്പം തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഗൈഡും ബിസി ആയിരുന്നു, നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം നമ്മൾ തന്നെ വേണ്ട, നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ട് കേട്ട് വന്നോളാം എന്ന് പറഞ്ഞ് പിന്നെ കൂടുതൽ അവിടെ നിന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് കേട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത്. അതുമല്ല, അതിൻ്റെ ഉള്ളിൽ വീഡിയോസും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ പിന്നെ അധികം എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, ഡീറ്റെയിൽ ഇങ്ങോട്ട് എത്തിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു ഓപ്പൺ സ്ട്രീറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വരുമ്പോഴത്തേക്കുള്ള സൂനിയേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ഒത്തിരി അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് സുനിയേഴ്സായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഡോൾസൊക്കെ ഉണ്ടല്ലോ, ഇത് അവർ ട്രഡീഷണൽ ഡോൾസാണ്. അതുപോലെ അതവിടെ ഒത്തിരി അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്കും നമ്മൾ ഈ റഷ്യൻസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളതെന്ന് അറിയത്തില്ലേ, ഓൾമോസ്റ്റ് ഈ സോവിയറ്റ് യൂണിയൻ്റെ ഇവരുടെ മേലെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഡോൾസൊക്കെ ഒത്തിരി നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ ഇവിടെ മെയിനായിട്ടും ഈ കാശ്, അതുപോലെ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന കുറേ സംഭവങ്ങൾ ഇവിടെയും കാണാം നമുക്ക് സോനിയേഴ്സായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടെ കണ്ടതാണ്, ഇത് കുറച്ച് ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് പോലത്തെ ഷാളിൽ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള കുറേ ഷാളുകളുണ്ടായിരുന്നു. ഈ ഒരു ഷോളം ഞാനും വാങ്ങി, കാരണം ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ വാങ്ങി. അതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ പൊമഗ്രനേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഈ പൊമഗ്രനേറ്റ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ സിൽവർ ജ്വല്ലറീസ് ഉണ്ടല്ലോ, ഇവർക്ക് ഗോൾഡിനെക്കാട്ടിലും കൂടുതൽ സിൽവർ ജ്വല്ലറീസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവർ സിൽവർ ജ്വല്ലറീസ് യൂസ് ചെയ്യുന്നതിന് അവർ പറയുന്നത് ഇവരുടെ സ്കിന്നിൻ്റെ അണ്ടർ ടോൺ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഇവർ ജ്വല്ലറി മാക്സിമം സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ചിങ്ങ് വന്നപ്പോഴത്തേക്ക് അവിടെ ഡോൾസൊക്കെ ഇരിക്കുന്നുണ്ട്. സിയയ്ക്ക് ഡോൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സിയയ്ക്ക് ഒരു ഡോൾ വാങ്ങിക്കൊടുത്തു. കുറേ മുന്നോട്ട് വന്നപ്പം ഇതുപോലെ ഒരു വാട്ടർ ഫൗണ്ടൻ്റ് കണ്ടു. അപ്പുറത്ത് ആ വേറെ പിള്ളേർ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സിയയ്ക്ക് അതിൻ്റെ അകത്ത് കൈയിട്ട് കളിക്കണം. അങ്ങനെ പിന്നെ ജെയിംസ് കുറച്ച് നേരം അവളങ്ങനെ പിടിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് നേരം കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം മഴയൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പും നല്ലൊരു സുഖമായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെ ലോക്കലായിട്ടുള്ള ഇവരുടെ, അതായത് നമ്മുടെ ഗൈഡായിട്ടുള്ള ലിയാനേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ല മനുഷ്യരായിട്ടുള്ള അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹോട്ടലിൽ റിട്ടേൺ എത്തി. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇത് ശരിക്കും അവിടുത്തെ ഒരു കാസ്കേഡിങ് ബിൽഡിങ്ങിൻ്റെ ഒരു ഗാർഡനാണ്. ഈ ഒരു കാസ്കേഡിങ് കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറാണ് ഒരു അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ ഫോട്ടോ, ഒരു വലിയൊരു പ്രതിമ അവിടെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു സ്ഥലത്തിന് ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ ഒപ്പേറ ഹൗസ് ഉള്ളത്. അതുപോലെ ഒത്തിരി മ്യൂസിയം കാര്യങ്ങളെല്ലാം, അതിന് ഇതെല്ലാം ആർക്കിടെക്ചർ ഈ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു 1920 ഇത് സ്റ്റാർട്ട് ചെയ്താലും സ്റ്റിൽ ഇത് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അത്
നിർത്തേണ്ട വന്നിട്ടുണ്ട്. നിർത്തി പണി പിന്നെയും ഒരു 1980 അവർ പുനരാരംഭിച്ചു. പിന്നെ അത് 2002 അത് പിന്നെയും സ്റ്റോപ്പായി. പിന്നെ 2009 അത് പിന്നെ സ്റ്റാർട്ട്. അങ്ങനെ കുറേ ഇതിന്, അതായത് അന്നേരം ഈ മനുഷ്യനല്ല, ഇയാളുടെ മക്കളായിട്ട് ഇത് കണ്ടിന്യൂ ആയി. എന്നിട്ട് ഇപ്പോഴും നോക്കിയാൽ അതിൻ്റെ മുകളിൽ പാർട്ട് അത് ഇനിയും ഫിനിഷല്ല. അതിപ്പോൾ പുതിയ പ്രോജക്റ്റ് അവർ ചെയ്തുകൊണ്ടുണ്ടെന്ന് പറഞ്ഞത്. അവിടെ എത്തിയപ്പോഴത്തേക്കും സിയയ്ക്ക് ആ ടാപ്പിലെ വെള്ളം കണ്ടപ്പോഴത്തേക്കും അവൾക്ക് വെള്ളം കുടിക്കണം. അവൾക്ക് ശരിക്കും വെള്ളം കുടിക്കുന്നതിനായിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കണം എന്ന് ഈ പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ നോക്കുകയാണ്, അവിടെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു മാപ്പ് കാണാൻ പറ്റും. ഇതാണ് ശരിക്കും അയാൾ പ്ലാൻ ചെയ്ത ബിൽഡിങ്, യെറവാൻ സിറ്റീനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു മാപ്പ് അയാൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ഇപ്പോൾ ഈ കാണുന്ന ഗാർഡനും ബിൽഡിങ്ങും എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ആ കാസ്കേഡിങ് കോംപ്ലക്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ ഇതുപോലെ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ഇവിടെയൊക്കെ വാട്ടർ ഫൗണ്ടൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെയും കയറിപ്പോകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റെപ്പ് കയറിയും മുകളിൽ വരെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങ് ടോപ്പിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് താഴത്തെ വ്യൂ എന്താണെന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തത്. കാരണം നമുക്ക് ഈ കാണുന്ന വ്യൂ അല്ല ഏറ്റവും ടോപ്പിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അറാറത്ത് മൗണ്ടനും താഴെ യെറവാൻ സിറ്റിയൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലും സ്റ്റെപ്സ് വേണമെങ്കിൽ സ്റ്റെപ്സും ഉണ്ട്, അതുകൂടാണ്ട് സൈഡിലായിട്ട് എസ്കലേറ്ററും ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം ഫസ്റ്റ് ഫ്ലോറ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ളൊരു വ്യൂ ആയത്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു വ്യൂ ഉണ്ട്. അതുകൂടാണ്ട് ഓരോ ഫ്ലോറിൽ ചെല്ലുമ്പോഴും അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പിന്നെ ഓരോ ഫ്ലോറിൻ്റെയും ഉള്ളിൽ എന്തെങ്കിലും ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എക്സിബിഷനോ എന്തെങ്കിലും അവർ വെച്ചിട്ടുണ്ടാവും, ആ ഒരു ഫ്ലോറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. പക്ഷേ ഈ പറഞ്ഞാൽ അവിടെ ഒന്നും ഈ ക്യാമറാസ് അലൗഡ് അല്ല. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ആ ഫ്ലോറിൽ കയറുമ്പോഴുള്ള വ്യൂവും ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സിറ്റി കാണുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ആ ബാക്കിൽ കാണുന്നതാണ് മൗണ്ടൻ, പക്ഷെ അത് ഇതിലത്ര ക്ലിയർ അല്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ താഴോട്ട് പോയി. കാരണം അന്നേരത്തേക്കും CM വഴക്കാക്കാൻ തുടങ്ങി, അവൾക്ക് വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നേരെ നമ്മൾ പോയതുണ്ടല്ലോ ഒരു കഫേ പോലത്തെ ഒരു സ്ഥലമാണ്. അത് ശരിക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പോയത്. അവിടെ ശരിക്കും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചോക്ലേറ്റ് ഷോപ്പാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് എന്താ പറയണ്ടേ, കഫേ ഉണ്ട്. അതുപോലെ കൂടുതലും സ്വീറ്റ് ഐറ്റംസാണ്. അതായത് പിള്ളേരെ അട്രാക്ട് ചെയ്യാനുള്ളൊരു കട, അത്ര തന്നെ. അവിടെ കുറച്ച് നമുക്കൊക്കെ ഒരു അട്രാക്ഷനായിട്ട് തോന്നാൻ മേലക്കൂടെ പോകുന്ന ട്രെയിൻ. അത് പ്രത്യേകിച്ച് എനിക്ക് തന്നെ കറണ്ടിൽ പോകുന്നതെന്ന് തോന്നുന്നു. അതൊരു രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ അതായത് മെയിനായിട്ടും പിള്ളേരെ എങ്ങനെയൊക്കെ ട്രാപ്പ് ചെയ്യണോ അതിനുള്ള എല്ലാ പരിപാടിയും ആ ഷോപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പം അവിടുത്തെ കുറേ ചോക്ലേറ്റ്സാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നതെന്ന് പറഞ്ഞത് ഈ സംഭവങ്ങളാണ്. ഇത് ശരിക്കും കാണുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ചോക്ലേറ്റ് ആണല്ലോ, അതിൻ്റെ ഉള്ളിൽ നട്ട്സും എല്ലാം വെച്ചിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഇവിടെ ഉള്ളത് അവരുടെ വൺ ഓഫ് ദ ഫേമസ് ഐറ്റമാണ് ഈ ഒരു ബണ്ണ് പോലത്തെ ഈ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഫില്ലിങ്സ് ഉണ്ട്. എന്നിട്ട് അങ്ങനെ കഴിക്കുന്നതായിട്ട് കുഴപ്പമില്ല. നമ്മുടെ പൂരിയുടെ അകത്ത് കുറച്ച് സ്റ്റഫിങ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക അത്ര തന്നെ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നേരെ നമ്മൾ പോകുന്നത് മദർ ഓഫ് അർമേനിയ എന്ന് പറഞ്ഞൊരു സ്റ്റാച്യു ഉണ്ട്, അവിടേക്കാണ്. അവിടെയും നല്ലൊരു വ്യൂ പോയിൻറ്റും നല്ലൊരു സ്ഥലമാണ്. കയറി ചെല്ലുന്നവാടെ നമുക്കിങ്ങനൊരു സ്ഥലം കാണാൻ പറ്റും. ഒരു സ്റ്റാർ ഷേപ്പിൽ അതിൻ്റെ നടുക്ക് ഫ്ലെയിം വന്നിട്ടുണ്ട്. അത് ശരിക്കും എന്നാന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരുണ്ടല്ലോ, അവർക്കുള്ള ഒരു ബഹുമാന സൂചകമായിട്ട് അത് ഫ്ലെയിം കത്തിക്കൊണ്ടുണ്ടാകും. അത് ഒരിക്കലും അണയൂല, അണയാത്ത തീയാ അത്. അങ്ങനെ അപ്പം അവിടെ ആൾക്കാർ പൂക്കളും കാര്യങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ
അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് മദർ ഓഫ് അർമേനിയ എന്ന് പറയുന്ന സ്റ്റാച്യു. ഇതൊരു ലേഡിയുടെ സ്റ്റാച്യു ആണ്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ട് എന്നാണെങ്കിൽ ഇതിപ്പം നമുക്ക് ആ ഒരു സിറ്റിയുടെ വ്യൂ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആ കാസ്കേഡിംഗ് കോംപ്ലക്സ് കണ്ടില്ലേ, അതിൻ്റെ ജസ്റ്റ് ടോപ്പിലായിട്ടാണ് ഈ ഒരു സ്റ്റാച്യുവും വരുന്നത്. പിന്നെ അവിടെ അവരുടെ ആർമി ഫോഴ്സിൻ്റെ ഒത്തിരി എന്താ പറയണ്ടേ വാഹനങ്ങൾ, അതിൻ്റെ ജെറ്റ് കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു ഫ്ലാഗ് അവിടെ ഇങ്ങനെ പറന്ന് കിടക്കണം. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ആ ഒരു രാജ്യത്ത് അവർ ഈ ഒരു മദർ ഓഫ് അർമേനിയനെ അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് കേട്ടോ അവരുടെ നാട്ടിലെ നോട്ട്സ്. ഇത് ശരിക്കും വാല്യൂ നമ്മളുടെ ഇന്ത്യൻ മണീനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏതാണ്ട് 1 രൂപ എന്ന് പറയുന്ന അർമേനിയക്കാരുടെ 4 ഡ്രാമാണ് അവരുടെ കറൻസി. അതുപോലെ ഇപ്പം നമ്മളിവിടെ UAE പോയത് കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഡ്രാം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ അതായത് 1 ദർഹം പറഞ്ഞാൽ 100 ഡ്രാമാണ്. അങ്ങനെ ഈ ലക്ഷങ്ങളെടുത്തുള്ള കളികളാണ് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോന്നു, തിരിച്ച് ദുബായിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഈ യാത്ര കഴിഞ്ഞ് നേരെ നമ്മളിങ്ങ് വരികയല്ലേ ഇത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തായിരുന്നു. കാരണം സിയയ്ക്കൊരു ചെറിയ ടെഡി ബെയറിനെ എയർപോർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ, കാരണം നമ്മൾ കുറച്ച് നേരത്തെ വന്നായിരുന്നു, ഒരു 2-3 മണിക്കൂർ നേരത്തെ വന്നു. 2 മണിക്കൂർ നേരത്തെ വരണം എന്നുള്ളത് നമ്മളൊരു 3-4 മണിക്കൂർ മുന്നേ വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ലാസ്റ്റ് ടൈം അങ്ങനെ അർമേനിയയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് എത്തി. ഇതിപ്പം വീഡിയോ ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ ഇടുന്നത്, പക്ഷേ നമ്മൾ ഓൾറെഡി ഒരാഴ്ച മുന്നേ തിരിച്ച് ദുബായിലെത്തിയായിരുന്നു. അർമേനിയക്കാരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര കൈൻഡായിട്ടുള്ള നല്ല സ്വഭാവമുള്ള ആൾക്കാർ, നല്ല ഹോസ്പിറ്റാലിറ്റി എല്ലാം കൊണ്ട്. അവിടുത്തെ ക്ലൈമറ്റും അടിപൊളി. എനിക്ക് മൊത്തം കണ്ടിട്ട് മേ ബി ഇന്ത്യൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അവിടുത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ ഒരു കുറച്ചെങ്കിലും നെഗറ്റീവ് പറയാനുള്ളത്. ബാക്കി എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. അപ്പം പോകാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്